ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വൈകുന്നേരത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഒന്ന് അയക്കണം കേട്ടോ. അത്രമാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ഷെയറും കൂടിയും ചെയ്യണേ. ഇന്നത് നമ്മൾ രാവിലെ അല്ല, ഇന്ന് നമ്മൾ വൈകുന്നേരം പോണത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ ആമിനാൻ്റെ പല്ല് മുഴുവൻ പൊത്താണ്. പല്ല് മുഴുവല്ല, കോട്ടിലെ പല്ലൊക്കെ പൊത്തായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ വേദന വരുന്നതിൻ്റെ മുന്നേ ഒന്ന് ഡോക്ടറെ കാണിക്കാമല്ലോ വിചാരിച്ച് ഒരു വട്ടം വേദന വന്നിരുന്നു, പിന്നെ പൊത്തടച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ പിന്നെയും വേദന ഉണ്ടാകണതിൻ്റെ മുന്നേ ഒന്നുകൂടിയും കാണിക്കാമല്ലോ വിചാരിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോന്നിക്കണത്. ഇക്കാൻ്റെ കുടുംബക്കാർ, ഇക്കാൻ്റെ ബ്രദർ ആയിട്ട് വരും. അപ്പോൾ ഒരു കാറിലാണ് കേട്ടോ നമ്മൾ പോന്നിക്കണത്. അപ്പോൾ നമ്മൾ വണ്ടൂരൊക്കെ എത്തി. വണ്ടൂർ നടുവത്താണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണ ഹോസ്പിറ്റലിൽ. ഇക്കാൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഓരെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പല്ലിനെ കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയിരിക്കണത്. അത് കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ നമുക്ക് വേറൊരു വൈകുന്നേരമാണ് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിക്കണത്. കാരണം 6:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്താൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് തന്നെയാണ് കേട്ടോ എത്തിക്കണത്. അപ്പോൾ അത് നടുവത്ത് അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ക്ലിനിക്ക്. അപ്പോൾ നമ്മൾ മേലേക്ക് കയറി പോവുകയാണ്. നല്ല ഉഷാറിലൊക്കെ കയറി പോന്നിക്കണം. മുപ്പത്തി ഇതിൻ്റെ മുന്നേ ഇങ്ങോട്ട് പോന്നിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഉഷാറിൽ കയറി പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇക്കാൻ്റെ കൂടെ കേട്ടോ ആദ്യം ഒരു വട്ടം വന്നിരുന്നത്. അപ്പോൾ നമ്മൾ പല്ല് ഡോക്ടർക്ക് കാണിക്കാൻ വേണ്ടിയാണ്ട് അവളവിടെ കയറി കിടന്ന് നല്ല ഉഷാറിൽ പോയി കയറിയൊക്കെ കിടക്കണൊക്കെ ഉണ്ട്. നല്ല പരിചയമുള്ള മട്ടത്തിലാണ് കേട്ടോ മുപ്പത്തി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഡോക്ടർക്ക് കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ പല്ല് ഭയങ്കര കേടായി വരുന്നുണ്ട്, വേദനൻ്റെ ഭാഗത്തേക്ക് എത്താനയക്കണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഡോക്ടറെ കാണിച്ച് പോന്നിട്ടുള്ളായിരുന്നു അന്ന്. പിന്നെ ഇക്കാൻ്റെ പല്ലും തന്നെ അതേപോലെ കാണിക്കാണ്ടായിരുന്നു, അതും കാണിച്ചു. അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞങ്ങൾ പോരാൻ വേണ്ടി ഇപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വേറൊന്നും കൊണ്ടല്ല, ഒരു പ്രത്യേക കാരണം കൊണ്ട് പിന്നെ പുറത്തേക്ക് ഇറക്കിയോല്. അപ്പോൾ കാരണം ഞാൻ വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ നമ്മളെ ഡോക്ടർ എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇക്കാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പല്ല് എത്രത്തോളം കേടായി വന്നിക്കണ്, അതേപോലെ താഴെയുള്ള പല്ല് എത്ര ഇത് കഴിഞ്ഞിട്ടുള്ളൂ വരിക, ഇനി ഒരു പല്ല് വരാനുണ്ട്. ഒരു പല്ലല്ല എന്നാലും ഇപ്പം ഒറ്റടിക്ക് വരാനുള്ളത് പറഞ്ഞാൽ 6-ാം വയസ്സിലേറ്റ് ഇനി ഒരു പല്ല് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പല്ല് പറിക്കാൻ പറ്റൂല, അല്ലാതെ നമുക്ക് കവറിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അന്നൊന്നും ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ എക്സ്റേ എടുത്തുങ്ങാണ്ട് ഡോക്ടറെ കാണിച്ചങ്ങാണ്ട് അങ്ങനെ പോന്നിക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ പല്ലിനും തന്നെ ഒരു പൊത്ത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്യാപ്പ്. അപ്പോൾ അതും ഒന്ന് ശരിയാക്കി. അന്ന് ഇക്കാൻ്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വേറൊരു വീഡിയോ ഞാനിതിലെടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ മനസ്സിലൊരു തട്ടിയ നല്ലൊരു നമ്മൾ എന്തൊരാൾ നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ എടുക്കും. നല്ലൊരു തെളിവാണ് കേട്ടോ കാണിച്ചത്. അത് വേറൊന്നുമല്ല, ഇവിടെ ഇക്കാൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ ക്ലിനിക്കിലുള്ള ആ ഡോക്ടർ ഇവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ പല്ലപ്പം കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ ഇവിടെ ഒരു അരൂല് മുസല്ലൊക്കെ ഇട്ട് നിസ്കരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമ നമുക്കുണ്ടാവുമല്ലോ, നിസ്കരിക്കണം എടുക്കാൻ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെയാണെന്നുള്ളതൊന്നും നോക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമുക്ക് അടുത്ത ലക്ഷ്യം വണ്ടൂരിലേക്ക്, നമ്മൾ അങ്ങാടിക്ക് കേട്ടോ. അങ്ങാടിയിൽ പോയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനും ഇതാക്കാനും ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ആമിനാൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു മിസ്സ്.
സ്കൂളിലൊക്കെ ചേർത്തിയതല്ലേ, അപ്പോൾ അവിടെ ഫോട്ടോ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഓളിതുവരെയായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കും വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ സ്വഭാവമാണെന്ന് ഞാൻ വിചാരിക്കണം. എൻ്റെ സ്വഭാവമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കാറിൽ പോകുന്നത് ഭാഗ്യം, ബൈക്കുമ്പോൾ പോരാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഒരിക്കും കൂടി വണ്ടൂർക്ക് പോരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കൂടെ പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിതാ നേരെ പോകണത് വേറെ എടുക്കുമല്ല, ഇക്ക ആദ്യം മുതൽ ഇങ്ങനെ ഫോട്ടോ എടുക്കണത് ഒരു ഒരു ഷോപ്പുണ്ട്, ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് കേട്ടോ പോന്നിക്കണത്. ഇത് വേറെ എവിടെയല്ല, നമ്മളെ വണ്ടൂരങ്ങാടിയിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ. ആമിനാൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കണ്ട് നമ്മൾ നിന്ന്, അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫോട്ടോ വെയിറ്റ് ചെയ്ത് കണ്ട് അവിടെ നിൽക്കുന്നു കേട്ടോ. ഇതാണ് ഫോട്ടോ കിട്ടിയപ്പോൾ എന്തോ പോലെ ആദ്യമായിട്ട് എടുത്തിട്ട് എന്ത് സംഭവം എന്നറിയില്ല, മുഖമൊക്കെ ഒരു വട്ടമൂറും ഒക്കെ അങ്ങനെ പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇക്ക വണ്ടി എടുക്കാൻ വേണ്ടിയാണ്ട് പോയിക്കുന്നു. നമ്മൾ വന്ന് നിർത്തിയപ്പോൾ അവിടെയൊക്കെ നിറയെ വണ്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നിക്കണത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് കഴിക്കാൻ പൂതിയാവും. അതേപോലെ ഞങ്ങളും വന്നത് എവിടേക്കാണ്, വേറെ എവിടേക്കല്ല, നമ്മളെ സ്മൂത്തിക്കാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും എല്ലാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണമായിട്ടല്ല, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ സ്മൂത്തിക്കാണ് കേട്ടോ വരൽ. ഇവിടെ നല്ല രസമാണ്, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പോൾ ഈ ഇരുട്ട് കാണുന്നത് നമ്മൾ ആമിനാൻ്റെ കുറച്ച് ഡയലോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ സൗണ്ട് കുറവായതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തത്. പിന്നെ ഇത് നമ്മൾ സാൻഡ്വിച്ചും പിന്നെ അതേപോലെ ഒരു ബർഗറും പിന്നെ ആമിക്ക് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ വാങ്ങിയത്. ഒക്കെ ഐസ്ക്രീമും മതിയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കുടിക്കുമ്പോൾ എന്തായാലും കൊടുക്കുമല്ലോ. പിന്നെ അത് നമ്മൾ ചിക്കു ഷേക്കാണ് തോന്നുന്നു, ചിക്കു അല്ല ബട്ടർ ഷേക്കും കുടിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങാടിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ ഒന്നും നിൽക്കലില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.